കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം അല്പസമയത്തിനകം അവസാനിക്കാൻ പോവുകയാണ്. വ്യാഴാഴ്ച വൈകിട്ട് ആരംഭിച്ച ധ്യാനം 45 മണിക്കൂറിനോട് അടുത്തിരിക്കുന്നു. പ്രധാനമന്ത്രി ഈ ധ്യാനം അവസാനിപ്പിച്ച് തിരുവനന്തപുരത്തേക്കാണ് എത്തുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തിരശ്ശീല വീഴുന്ന ദിവസം കൂടിയാണ്. 7 ഘട്ടങ്ങളിലായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പര്യവസാനം കുറിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഇനി വീണ്ടും പ്രധാനമന്ത്രി രാഷ്ട്രീയ ചർച്ചകളുടെ തിരക്കിലേക്ക്. ഇന്ന് വൈകിട്ട് എക്സിറ്റ് പോൾ അടക്കം പുറത്തുവരുന്ന സാഹചര്യം. ഇനി വോട്ടെണ്ണലിന് ശേഷിക്കുന്നത് 2 ദിവസങ്ങൾ മാത്രം. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ധ്യാനം അവസാനിക്കുന്നു, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 45 മണിക്കൂർ നീണ്ടുനിന്ന ധ്യാനം അവസാനിക്കും. 3 മണിക്ക് 45 മണിക്കൂർ പൂർത്തിയാകും. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തിയത്. കന്യാകുമാരി ദേവി ക്ഷേത്ര ദർശനത്തിനു ശേഷം അദ്ദേഹം ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ അദ്ദേഹം ധ്യാനം ഇരുന്നു. ഇത്രയും മണിക്കൂറുകൾ അദ്ദേഹം രാവിലെയൊക്കെ നമ്മൾ അദ്ദേഹം ദൃശ്യങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെ കണ്ടതാണ്. അദ്ദേഹം സൂര്യ പൂജ ചെയ്യുന്നത്, സൂര്യോദയം ആസ്വദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തിയിരുന്നു. പല ബോട്ടുകളിലായി ഈ 2 ദിവസവും നിരവധി ആളുകളെ അവിടെ കൊണ്ടുവന്നു. അത് ഒരുപക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട വിനോദസഞ്ചാരികളാകാം, അല്ലെങ്കിൽ സന്യാസി വര്യന്മാരാകാം, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളോ അത്തരം ആളുകളോ ഒക്കെ ആരുന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തതയുണ്ട്. ഏതായാലും ഈ 45 മണിക്കൂർ ധ്യാനത്തിൽ നിരവധി പേർ അവിടെ വന്നുപോയി. ഇപ്പോൾ പൂർണ്ണമായും ഈ വിവേകാനന്ദ പാറ, വിവേകാനന്ദ മന്ദിരം എല്ലാം പൂർണ്ണമായും സുരക്ഷാ ഏജൻസികളുടെ മാത്രം, അതും പ്രധാനമന്ത്രിക്കൊപ്പമുള്ള പ്രധാനപ്പെട്ട ചില ആളുകളുടെ മാത്രം സാന്നിധ്യമുള്ള സ്ഥലമായി മാറിയിരിക്കുന്നു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനം പൂർത്തിയാക്കി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പടികളിറങ്ങി അദ്ദേഹം വരും. അവിടെ അദ്ദേഹത്തെ ഒപ്പം ഈ ദിവസങ്ങളുണ്ടായത് ഒരുപക്ഷെ അവിടുത്തെ ജീവനക്കാരും മറ്റുമാകാം. അവർക്ക് വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് അവിടെ അറേഞ്ച് ചെയ്തതായി ആ ദൃശ്യങ്ങളിൽ നമുക്ക് അനുമാനിക്കാം. നേരത്തെ ആ പടികളിലാണ് ആളുകൾ നിരന്ന് ഇരുന്നത്. അവിടേക്ക് പ്രധാനമന്ത്രി എത്തി ഫോട്ടോ എടുക്കാനുള്ള ആയിരുന്നിരിക്കണം അവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും അല്പസമയത്തിനും പ്രധാനമന്ത്രി അവിടെ നിന്ന് പുറത്തിറങ്ങും. അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ അദ്ദേഹം തൊട്ട് അടുത്തുള്ള തിരുവള്ളുവർ പ്രതിമയിലേക്ക് പോകും. തിരുവള്ളൂർ പ്രതിമയിൽ അവിടെ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയോ അല്ലെങ്കിൽ അവിടെ കുറച്ച് സമയം ചിലവഴിക്കുകയോ ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം കന്യാകുമാരി വിവേകാനന്ദ പാറ ഒന്നിച്ച് തിരുവള്ളൂരെ വണങ്ങാതെ പോകാൻ അത്ര എളുപ്പമല്ല. രാഷ്ട്രീയപരമായ രാഷ്ട്രീയ കാരണങ്ങൾ, തമിഴ് ജനതയുടെ അത്തരമൊരു വികാരം അതുമായി ബന്ധപ്പെട്ട്, തിരുവള്ളൂരുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ എത്തി പുഷ്പാർച്ചന നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നിന്ന് വിവേകാനന്ദ പാറയിൽ നിന്ന് തന്റെ ധ്യാനം പൂർത്തിയാക്കി ഇറങ്ങും. ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ഇത്രയധികം സമയം ഈ കന്യാകുമാരിയിൽ ചിലവഴിക്കുന്നത്, ഈ കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ചിലവഴിക്കുന്നത്. നിരവധി പ്രധാനമന്ത്രിമാർ ഇവിടെ കന്യാകുമാരിയിലും വിവേകാനന്ദ പാറയിലുമൊക്കെ വന്ന് പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്രയധികം സമയം ചിലവഴിക്കുന്നു. മാത്രമല്ല, ഒരു ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഈ മുനമ്പിൽ ഇത്രയധികം സമയം ഒരു പ്രധാനമന്ത്രി വന്നു ഇരുന്നു. അദ്ദേഹം ഇത്തരത്തിൽ ധ്യാനമിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട, വളരെ സവിശേഷമായ കാര്യം തന്നെയാണ്. അതിന്റെ രാഷ്ട്രീയ ശരിതെറ്റുകൾ, രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒക്കെ മാറ്റി വച്ചാലും ഒരു പ്രധാനമന്ത്രി ഇത്രയധികം സമയം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് ഈ മുനമ്പിൽ വന്നു എന്നുള്ളതിനെ നമ്മൾ ആ രീതിയിൽ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ വരും ദിവസങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം തന്നെയാണ്. അതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് നരേന്ദ്രമോദി ഇവിടെ വന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളിൽ എല്ലാവരും. കോൺഗ്രസും DMKയും CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ ആ രീതിയിലാണ് അതിനെ കാണുന്നത്. അതിന്റെ പേരിലാണ് അവർ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി എല്ലാ കാലത്തും ആത്മീയതയെ ആ രീതിയിൽ ചേർത്ത് പിടിച്ച ആളാണ്. ആത്മീയ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്ര ദർശനങ്ങളും, അത് എത്ര തിരക്ക് പിടിച്ച രാഷ്ട്രീയ ഷെഡ്യൂളായാലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഈ ദേവാലയ ദർശനങ്ങളും അമ്പല ദർശനങ്ങളും അതുപോലെ ഈ തപസ്സും ഒക്കെ അദ്ദേഹം പിന്തുടരുന്നയാളാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും എത്രയധികം ക്ഷേത്രങ്ങൾ അദ്ദേഹം കേരളത്തിൽ ഉൾപ്പെടെ സന്ദർശിച്ചു, തമിഴ്നാട്ടിൽ സന്ദർശിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഭാഗമാണെങ്കിൽ കൂടിയും അദ്ദേഹം ആ രീതിയിൽ പിന്തുടരുന്ന ആളാണ്. ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ കന്യാകുമാരി സന്ദർശനവും വിവേകാനന്ദ പാറ ധ്യാനവുമൊക്കെ പൂർണ്ണമായും ആത്മീയ ലക്ഷ്യത്തോടെയുള്ള അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളാണ് എന്ന തരത്തിലാണ് BJP ക്യാമ്പ് കാര്യങ്ങൾ
വിശദീകരിക്കുന്നത്. ഏതായാലും 45 നീണ്ട മണിക്കൂറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായുള്ള കർശന സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഈ വിവേകാനന്ദ പാറയുടെ ചുറ്റുമുള്ള സമുദ്രം മുഴുവൻ, ആ ഭാഗം മുഴുവൻ സുരക്ഷാ ഏജൻസികളുടെ, സുരക്ഷാ സേനകളുടെ വലയത്തിലാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ SPG ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും മറ്റ് സേനകളുമൊക്കെ ഒരുപക്ഷെ ആകാശ നിരീക്ഷണവും ഒക്കെ ശക്തമാണ്. കന്യാകുമാരി പ്രദേശം മുഴുവൻ പോലീസ് വലയത്തിലാണ്. SPGയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ, നിബന്ധനകൾ അനുസരിച്ചാണ് ഇപ്പോഴും നീങ്ങുന്നത്. ചുറ്റും നിരവധി ഇതിന്റെ തീരത്തിന്റെ ഉൾഭാഗത്ത് കൂടുതൽ പടക്കപ്പലുകളടക്കം വിന്യസിച്ചിട്ടുണ്ട്. ഈ വിവേകാനന്ദ പാറയുടെ അടുത്ത ബോട്ടുകളും പട്രോളിംഗ് ബോട്ടുകളും അതുപോലെ മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അവിടെ നിന്ന് ഇറങ്ങി തിരുവള്ളൂർ പ്രതിമയിലും ദർശനം നടത്തി കഴിഞ്ഞാൽ താഴെ അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള പ്രത്യേക ബോട്ട് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം ഇവിടെ ബോട്ട് ജെട്ടിൽ ഏതാണ്ട് 5 മിനിറ്റ് താഴെ മാത്രം മതി ബോട്ട് ജെട്ടിലേക്ക് അദ്ദേഹത്തിന് എത്താൻ. അവിടെ നിന്ന് അദ്ദേഹം തമിഴ്നാട് സർക്കാരിന്റെ കന്യാകുമാരി ഹൌസിന്റെ ചേർന്നുള്ള ഹെലിപാഡിലെത്തും. ഒരുപക്ഷെ വന്നപ്പോൾ അദ്ദേഹം അവിടെ വിശ്രമിച്ചിട്ടാണ് ഇറങ്ങിയത്. തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായി അത് ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹം നേരെ ഹെലികോപ്റ്ററിലേക്ക് പോകും. 3 ഹെലികോപ്റ്ററുകളാണ് പ്രധാനമന്ത്രിക്ക് പോകാനായി തയ്യാറാക്കിയുള്ളത്. ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ ലഭ്യമാക്കിയിട്ടുണ്ട്. 3 ഹെലികോപ്റ്ററുകൾ, ഒന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് തിരിക്കും. അവിടെ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്കും പോകും. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിൽ ഒന്നാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട വോട്ടെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. വളരെ നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ന് അവസാനം ആകുന്നു. പൊതുതെരഞ്ഞെടുപ്പിന് അവസാനമാകുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ഇത്തവണയും തുടർച്ചയായ മൂന്നാം തവണയും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് BJPയും NDA മുന്നണിയും. അതിന്റെ ആത്മവിശ്വാസം ഒരുപക്ഷെ നമുക്കറിയാം. സ്വാമി വിവേകാനന്ദൻ ഈ പാറയിൽ തപസ് ചെയ്ത ശേഷം അത് വിവേകാനന്ദ പാറയാവുകയും ഈ തപസ്സിന് ശേഷം അദ്ദേഹം ചിക്കാഗോയിൽ പോയി നടത്തിയ ലോകപ്രശസ്തമായ ആ പ്രസംഗവും എല്ലാ ഇന്ത്യക്കാരും എക്കാലവും അഭിമാനബോധത്തോടെ മാത്രം ഓർക്കുന്ന ആ ചിക്കാഗോ പ്രസംഗവും ഒക്കെ ഇവിടുന്ന് പ്രത്യേക ഊർജ്ജം ഉൾക്കൊണ്ട് അദ്ദേഹം പോയി എന്ന് വേണം വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നിന്ന് പോകുമ്പോൾ പുതിയ ഊർജ്ജം സ്വാഭാവികമായും ഈ കന്യാകുമാരിയുടെ ഭംഗി, വിവേകാനന്ദ പാറ പോലെ ഇത്രയധികം ആത്മീയമായും അതുപോലെ വിനോദസഞ്ചാരപരമായും ഒക്കെ ഉന്നതി നിൽക്കുന്ന ഒരു സ്ഥലം, അവിടെ നിന്ന് അദ്ദേഹം മടങ്ങുമ്പോൾ 45 മണിക്കൂർ ധ്യാനത്തിന് ശേഷം അദ്ദേഹം മടങ്ങുമ്പോൾ പുതിയൊരു ഊർജ്ജവുമായാകും സ്വാഭാവികമായും ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് പോവുക. അവിടെ